എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി ആയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ഫ്രൈ ആയത്. ഇതിനെന്തെല്ലാം വേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, അതൊരു 2 പാത്രത്തിൽ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം തിളക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ കേട്ടോ, പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടുമല്ലോ. അന്നേരം വെള്ളം തിളക്കുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ കുത്തി കുത്തി സോയ ചങ്ക്സിനെ അങ്ങ് ഉള്ളിലേക്ക് അമർത്തി കൊടുക്കണം. അപ്പോൾ അന്നേരം ഈ ഉപ്പും വെള്ളവും നല്ലോണം ഇതിലേക്ക് കയറി സോയ ചങ്ക്സെല്ലാം ഒന്ന് നല്ലോണം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന. കണ്ടോ, ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഒരു തിളച്ച് തുടങ്ങിയാൽ ഒരു മിനിറ്റോളം നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. കണ്ടോ, തിളച്ച് തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കണം. അതാ നല്ലോണം തിള വന്നിട്ടുണ്ട്. ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. അരിപ്പയിലിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മളെ കൊണ്ട് കൈ കൊണ്ട് പൊറുക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്കിതൊന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക്, ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഞെക്കി അങ്ങ് പിഴിഞ്ഞാളാം. വല്ലാണ്ട് വെന്ത് പോയാൽ ഇങ്ങനെ പിഴിയാനൊന്നും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് അധികം വേവിക്കറേ, 1 മിനിറ്റ് നല്ലോണം ഒന്ന് തിളക്കാനേ പാടുള്ളൂ. കണ്ടോ, എല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, നമുക്ക് ഇത്രയേ വേണ്ടു. പിന്നെ കുറച്ച് കറിവേപ്പില, അത് നല്ലോണം നുള്ളി പറിച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ടുകൊണ്ട് കുറച്ച് ഉള്ളിൽ എന്തായാലും ഉണ്ടാവും, എന്നാലും ഒരു 2 പിഞ്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് കാത്ത് നിൽക്കൊന്നും വേണ്ട. ഇത് ഇപ്പം തന്നെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് അതിലിട്ട് പൊരിച്ചെടുക്കാം. കണ്ടോ, ചീനച്ചട്ടി വെച്ച് ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് ഞാനേതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു മണമായിരിക്കും വെളിച്ചെണ്ണയാകുമ്പോൾ. ഇനി വേറെ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എണ്ണ വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്ര ഒഴിച്ചാലും പിന്നെ അത് അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് ചിക്കി പരത്തി അല്ല ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ആ എണ്ണ എല്ലാ കഷ്ണത്തിൻ്റെ ഭാഗത്തും പിടിക്കണ്ടേ. ഇത് നല്ലോണം ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റ് സിമ്മിലാണേ വെക്കാവൂ. എന്നിട്ട് നല്ലോണം അടിയൊന്ന് വെന്ത് വന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കുമ്പം കണ്ടോ, എണ്ണ എല്ലാം അതിലങ്ങ് പോയി. എണ്ണ പിന്നെ ഉണ്ടാവില്ല. നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താലും അതങ്ങ് അബ്സോർബ് ചെയ്തോളും. പക്ഷേ ഞാൻ ആ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടില്ല, അപ്പോൾ അതാ ഇത് ഇപ്പം എടുത്താൽ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി അതെല്ലാം നല്ല ക്രഞ്ചി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നല്ലോണം ഇട്ട് ഈ ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ നല്ലോണം വറുത്തെടുക്കാം. എനിക്കിപ്പോൾ ഒരു സെമി ക്രഞ്ചി ആയിട്ടുണ്ട്. ഇതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനെടുത്ത് കണ്ടില്ലേ, നല്ല അടിപൊളി സോയ ചങ്ക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.